എൻ്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഭർത്താവിൻ്റെ അനിയൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി. അവർ 3 പേരും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ആ വചനപ്പെട്ടി ഒന്നെടുത്തു. ഇപ്പോൾ എന്തായാലും വേണ്ടില്ല, എല്ലാവരും ഒന്ന് അടുത്തുനിന്ന് മാറിയിട്ട് വേണം ആത്മഹത്യ ചെയ്യണം. ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിവിടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ജെറമ്യ 29:10 പറയുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതിയെ ഞാനിന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുക, നിങ്ങളുടെ മുമ്പിലായിരിക്കുക എന്നാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. അനേകം മക്കൾക്ക് വേണ്ടി യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ പേര് ബിനി. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് 2 മക്കളും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം തൊടുപുഴ ഏഴുമട്ടം എന്ന സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ച് വെച്ചിരുന്നത്. ഞാൻ സന്തോഷത്തോടുകൂടി നല്ലൊരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നു. സന്തോഷമായിട്ട് കഴിയുന്ന കാലം പെട്ടെന്ന് ഒരു ദിവസം, അതായത് 2003 ജനുവരി 5-ാം തീയതി എൻ്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഭർത്താവിൻ്റെ അനിയൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി. അവർ 3 പേരും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ അനിയൻ്റെ പേര് ജോഷി എന്നാണ്. അവനിങ്ങനെ തടിയുടെ ബിസിനസ്സൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ തടിപ്പണിക്ക് വേണ്ടിയിട്ട് കുറേ വലിയ വാക്കത്തികളൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞങ്ങളുടെ വീട് ഞാൻ തറവാട്ടിലായിരുന്നു. അവർ 7 മക്കളായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സജി എന്നാണ്. സജിയുടെ ചേട്ടൻ കെട്ടി വേറെ പോയിരുന്നു. പിന്നെ സജിയും ഞാൻ അനിയനും മാതാപിതാക്കന്മാരുമായിട്ട് ഒന്നിച്ച് കഴിഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ രാത്രി, ഈ 2003 ജനുവരി 3-ാം തീയതി ഇങ്ങനെ പുറത്ത് പോയിട്ട് കയറി വരുന്നൊരു സമയം. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഈ കപ്പ പറിച്ച് ഉണങ്ങുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ചാച്ചൻ വീട്ടിലില്ലായിരുന്നു, ഞാനും അമ്മച്ചിയും. അപ്പോൾ സജിയാണ് ഇങ്ങനെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഈ ജോഷി പുറത്ത് പോയിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കപ്പയുടെ പണിയായിട്ട്, അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടി കുറച്ചൊക്കെ ചെയ്ത് വയ്ക്കുക, അപ്പോൾ രാവിലത്തേക്ക് എളുപ്പമുണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ. അപ്പോൾ സജി ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് മടുത്തിട്ട് അപ്പോൾ വീട്ടിൽ പനയൊക്കെ ചെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കള്ളൊക്കെ ചെത്തുകാരനോട് മേടിച്ച് കുടിച്ച് അധ്വാന ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഒരു 7-7:30 സമയമായപ്പോഴാണ് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഞാനും 2 മക്കളെയും കുളിപ്പിച്ച്, മോന് 4 വയസ്സും മോൾക്ക് 1 വയസ്സും, 2 പേരെയും കുളിപ്പിച്ച് പപ്പയുടെ കൂടെ റൂമിൽ കിടത്തിയിട്ട് ഞാനും അമ്മച്ചിയും കൂടെ മിറ്റത്തിരുന്ന് കുറച്ച് നേരം എന്നാൽ ഇത് കപ്പയൊന്ന് ശരിയാക്കി വയ്ക്കാൻ രാവിലത്തേക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അനിയൻ കടന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ കയറി വന്നിട്ട് ഞങ്ങളിങ്ങനെ കപ്പയ്ക്ക് പണിതുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കരച്ചിൽ ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു ജനൽ ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അനിയൻ ഇങ്ങനെ ഈ വലിയ വാക്കത്തി കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിന് വെട്ടി. ഭർത്താവ് ഇങ്ങനെ ബെഡ്റൂമിൽ 2 കെട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നടുക്കി ഇങ്ങനെ വീണിട്ട് നിലത്തിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട് കരയുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നത്. അപ്പോൾ ഇങ്ങനെ രക്തമെല്ലാം ഭിത്തിയിലേക്ക് തെറിച്ച് ചീറ്റി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 മക്കളും 2 കെട്ടിലും വന്നു. ഒരാൾ പപ്പയുടെ കൂടെ, ഒരാൾ മറ്റേ കെട്ടിൽ കിടന്നിരുന്നു. അപ്പോൾ മക്കളെ 2 പേരെയും ഇങ്ങനെ മാറി മാറി വെട്ടുന്നത് ഞാൻ ജനലിക്ക് കൂടെ കണ്ടിരുന്നു. അപ്പോൾ ഒരു നിമിഷം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയൽവക്കംകാരെല്ലാവരും ഓടിക്കൂടി. ഞാനപ്പോൾ തന്നെ അടുത്ത വീട്ടിലേക്ക് ഞാൻ ഓടിപ്പോയി. അയൽവക്കംകാരെല്ലാവരും ഓടി വന്നപ്പോഴേക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി അത് അവിടെ ഇരുന്ന് ആ ബോഡിയിലിരുന്ന് വെട്ടി നുറുക്കി. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എനിക്കൊന്ന് കാണാൻ പോലും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നെ എല്ലാവരും കൂടി മദർകുളം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാക്കിയിരുന്നു. അപ്പോൾ ഈ അനിയൻ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ആ വീടിനുള്ള എല്ലാവരും പുറത്ത് വന്നിങ്ങനെ നിന്നെങ്കിലും അവന് പുറത്തിറങ്ങുമോ ഒന്നും ചെയ്തില്ല. കൈയൊക്കെ കഴുകി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പോലീസുകാർ വന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് തൊടുപുഴയൊന്നും ചെയ്തില്ല, കോട്ടയത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലക്കുടത്ത് കുന്നംകോട്ടച്ഛൻ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു നിമിഷം ഞാൻ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി. എൻ്റെ മക്കളെയും ഹസ്ബൻഡിനെയൊക്കെ ശവസംസ്കാര ചടങ്ങ് നടത്തി തന്ന അച്ഛനാണ്. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഈ നിമിഷം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എനിക്കൊന്നും അറിയില്ല. എന്നെ ഇങ്ങനെ കുത്തിവെക്കാനൊക്കെ ഇഞ്ചക്ഷൻ തരാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഞാനൊന്നും ഇഞ്ചക്ഷനൊന്നും എടുപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും എനിക്ക് നല്ല ബോധമുണ്ട്. എനിക്കൊന്നും പറയാനൊന്നുമില്ലായിരുന്നു.
എന്നിട്ട് ഒരു 7 മണി സമയമായപ്പോഴേക്കും ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു കണ്ണടച്ച് ഒരു തുറക്കുന്ന ഒരു നിമിഷം ഞാൻ സജിയെ ഞാൻ സിമിത്തേരി ചെന്ന് പെട്ടിയൊന്നും സജിയുടെ പെട്ടി ഇങ്ങനെ തുറന്നിട്ടില്ലായിരുന്നു. മക്കളെ മാത്രം ഒരു നിമിഷം കണ്ടുള്ളൂ. സിമിത്തേരി കൊണ്ടു ചെന്നിട്ട് ഞാൻ ഓർത്ത് എന്താ സജീനെ മാത്രം കാണിച്ചു തരാത്തേ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് സജിയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവളെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ തുറന്നിട്ട് ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഓരോ ശരീരത്ത് വലിയ 36 വലിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഖമൊന്നും ഇങ്ങനെ കാണാനുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ പിന്നെ ശവടക്കം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. എല്ലാവരും എൻ്റെ വീട്ടിൽ ഉണ്ട്. ആർക്കും പ്രത്യേകിച്ച് ഒരവസ്ഥയില്ല, എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ശ്വാസമൊന്നും പോകില്ലായിരുന്നു. ശ്വാസം വിടാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഞാൻ പള്ളിയിലൊക്കെ പോയി. പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾ കലൂരാണ് എൻ്റെ വീട്, അവിടെ പൈങ്ങോട്ടൂർ അടുത്ത കലൂർ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മുതലക്കുടത്തിന് പള്ളിയിലേക്ക് വന്നു. ഞാൻ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി. അപ്പോൾ കുന്നംകൊട്ടച്ചൻ പറയുമായിരുന്നു ബിനി പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞാൻ ഇറങ്ങി ഓടി സിമിത്തേരി പോയി മണ്ണൊക്കെ മാന്തി അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വയലൻ്റായിട്ടൊക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എന്നെ ഉടുത്തൊരുക്കി കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുവന്നു, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വെറുതെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ നിന്നൊന്നും സംസാരിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. എൻ്റെ മൂത്തതൊരു ആങ്ങള 2 അനിയത്തിമാരും. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ ആങ്ങളയുടെ മോളോട് പറഞ്ഞു, അവളൊരു കുഞ്ഞ്. അപ്പോൾ അവളോട് പറഞ്ഞു വചനപ്പെട്ടി ഒന്ന് എടുത്തേ മോളേന്ന് പറഞ്ഞു. ഒന്നും ആരോടൊന്നും പറയാനില്ല, എല്ലാവരും എൻ്റെ ശുശ്രൂഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ വചനപ്പെട്ടി ഒന്നെടുത്തു. ഇപ്പോൾ എന്തായാലും വേണ്ടില്ല, എല്ലാവരും ഒന്ന് അടുത്തുനിന്ന് മാറിയിട്ട് വേണം ആത്മഹത്യ ചെയ്യണം. ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ മോള് വചനപ്പെട്ടി എടുത്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ മരിക്കാൻ പോവുക, ഈശോയ്ക്ക് എന്തെങ്കിലും എനിക്ക് അങ്ങനെയൊക്കെ അപ്പോഴേ ഈശോനെ വിളിക്കാൻ ചുമ്മാ ഞാനിങ്ങനെ അലക്ഷ്യമായിട്ടാണ് അത് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഈശോയ്ക്ക് എന്നോട് സംസാരിക്കാനുണ്ടോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു വചനം എടുത്തു. അപ്പോൾ ഈശോ വചനത്തിലൂടെ സംസാരിച്ചു. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തു. ഒരു നല്ലൊരു കളിക്കൂട്ടുകാരനെ പോലെ എന്നെ പോലെ ഇരിക്കണമെന്ന് ആങ്ങളെയും പെങ്ങളും പോലെയെന്ന് എല്ലാവരും പറയുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഒത്തിരി അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ട്. ഒരു കൂട്ടുകാരനെ പോലെ നല്ല സ്നേഹമുള്ള ആളായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഓർത്തു എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ നൽകിയത്. ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ ചെയ്ത സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനിക്കണ്ടേ വരില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്തിട്ട് സജീവ ഓർത്തിട്ട് എടുത്തു. അപ്പോൾ ഒരു വചനം ഈശോ തന്നു, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മോനെക്കുറിച്ച് എടുത്ത മോന് 4 വയസ്സ്. അവനെ ഞാൻ ഇനി സ്കൂളിൽ കൊണ്ട് ചേർത്ത് അന്നൊരു ഞായറാഴ്ച ഞങ്ങൾ മുതൽക്കൂടുതൽ കല്യാണമൊക്കെ കൂടി ഒത്തിരി ഐസ്ക്രീമൊക്കെ അവൻ തിന്നിട്ട് നല്ല മിടുക്കനായിരുന്നു. എൻ്റെ പോലെ നല്ല മിടുക്കനായിട്ട് നല്ല ബുദ്ധിയും നല്ല സൗന്ദര്യവും അവനുണ്ടായിരുന്നു. അപ്പോൾ അവൻ മരിക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു ഞാൻ പള്ളിയിൽ അച്ഛനാവുന്ന വളരെ ഒരു ഉറച്ച സ്വരത്തിലൊക്കെ അവനങ്ങനെ സംസാരിക്കുമായിരുന്നു. അവനെന്തെങ്കിലും കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് കാണിക്കും. അപ്പോൾ അന്ന് പറയും കണ്ണീര് വന്ന് തുടച്ചിട്ട് പറയുമായിരുന്നു മമ്മിക്ക് ഞാനല്ലേ ഉള്ളേ, മമ്മി എന്തിനാണ് കരയുന്നത്, മമ്മിക്ക് ഞാനുണ്ട് വലുതാകുമ്പോൾ മമ്മിക്ക് ഞാൻ എല്ലാ കൂട്ടവും വാങ്ങിച്ചു തരും, ചുരിദാറ് സാരിയൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെ എപ്പോഴും വന്ന് ഞാൻ ചുമ്മാ അടവ് കാണിക്കുന്ന അന്നേരം അവനിങ്ങനെ വന്ന് കണ്ണീര് തുടയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ദൈവം ഇങ്ങനെയൊരു മോനെയും ദൈവം തന്നിട്ട് എനിക്കത് കാണാൻ പോലും ഇല്ല, ഭാഗ്യമില്ലല്ലോ, എന്തിനാ അങ്ങനെ തന്നെ കുറേ പരാതികൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് വചനം എടുത്തു. അപ്പോൾ അവനാ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണുനീര് തുടച്ച പോലെ തന്നെ ഈശോ സംസാരിച്ചു. ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സംയോസ്തനാണ് എന്ന് പറഞ്ഞു. പിന്നെ മോളെക്കുറിച്ച് 2 പേരും നവംബർ മാസത്തിലുള്ള. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മോളിങ്ങനെ കുരിശ് വരച്ച് മാത്രം ഇങ്ങനെ കാണിക്കുമായിരുന്നു, ഇങ്ങനെ കുരിശ് വരയ്ക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പിച്ച വെച്ച് മഞ്ഞപ്പാൽ കുടിച്ച് നടക്കുന്ന സമയം. അപ്പം അവളും നല്ല വെളുത്ത് സുന്ദരിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തിനാ എനിക്കിങ്ങനെ ഒരു മോളെ തന്ന, എൻ്റെ വയറ്റിൽ ജനിച്ചുകൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെ നഷ്ടമായി പോയത് എന്ന് വിചാരിച്ച് ഞാൻ മോളെക്കുറിച്ച് കുറച്ച് ഒരു വചനം എടുത്തു. അന്നേരം അവൾ സംസാരിക്കുന്ന പോലെ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് സാധിച്ചു തരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ആ ഒരവസ്ഥയിൽ എനിക്കിന്നും ആ വചനങ്ങൾ എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അത് ദൈവം ഹൃദയത്തെ കുറിച്ചിട്ട് തന്ന പോലെ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസമൊന്നും പോകില്ലായിരുന്നു. പക്ഷേ എല്ലാവരും പുറമൊക്കെ ഇങ്ങനെ തടവി തന്ന് കഞ്ഞി വെള്ളമൊക്കെ കോരി തന്ന് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ. ജനുവരി 14-ാം തീയതി അന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ അടിമാലിയിൽ ശ്രീവാമല പള്ളിയിൽ ധ്യാനിക്കാൻ പോകുന്ന സമയം. അപ്പോൾ കലൂരിൽ ഒരു വീട്ടിൽ അവിടുത്തെ ചേച്ചിയും ചേട്ടനും ഇങ്ങനെ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊരു അച്ഛൻ വരുന്നുണ്ട്, ബിനയെ ഒന്ന് കൊണ്ടുപോകാം പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. അച്ഛൻ ആദ്യം വന്ന് എൻ്റെ തലയിൽ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒന്നും പറഞ്ഞില്ല. അച്ഛൻ അങ്ങ് പോയി. അവർ വീട് വെഞ്ചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ്റെ ടീം അംഗങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള ടീമിൽ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി ഇങ്ങനെ വന്ന് എന്നോടിങ്ങനെ സംസാരിച്ചു.
കുറേ ഈശോ എനിക്കങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ധ്യാനമോ അങ്ങനെയൊന്നും കൂടിയിട്ടില്ല. എനിക്കങ്ങനെ എല്ലാം ഈശോയുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു മോൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ. ഒന്നും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ വന്നൊന്ന് തല കൈവച്ച് വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചു അച്ഛനും. അപ്പോൾ ഈ ഡാലി ചേച്ചി എനിക്ക് ഇങ്ങനെ കുറേ നമ്മുടെ മാർപ്പാപ്പ വെടിയേറ്റ കാര്യം ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ക്ഷമിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ബോധം വീണപ്പോഴൊക്കെ ആദ്യം അന്വേഷിച്ചത് ആ വെടി നിറയൊഴിച്ച ആളെയാണ് അന്വേഷിച്ചത്. അവനോട് ക്ഷമിച്ച് പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഒറീസയിൽ കാറിനകത്തിട്ട് ചുട്ടുകൊന്ന ഗ്ലാഡി ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരു മിഷണറി ആയിരുന്നു. 2 മക്കളെയും ഭർത്താവിനെയും കാറിലിട്ട് ചുട്ടുകൊന്നപ്പോൾ അവർ ആ നിമിഷം തന്നെ മുട്ടുകുത്തി നിന്ന് ഈശോ ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും എനിക്കറിയില്ല, അവരിതൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് അച്ഛൻ വീണ്ടും വീടൊക്കെ വെഞ്ചരിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് എനിക്ക് തൻ്റെ തലയിൽ കൈവച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് മോൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വെറുതെ ചുമ്മാ അച്ഛനിങ്ങനെ ചോദിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ മൂളി. അപ്പം പിന്നെ അച്ഛൻ കുറേ ഈശോയെക്കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ക്ഷമിച്ചാൽ ഒത്തിരി ദൈവാനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിലൊന്ന് കൊണ്ടുപോയി, ദൈവാനുഗ്രഹം അതെന്താ എനിക്കറിയില്ല. അപ്പോൾ എന്നാലും അതെനിക്കത് എന്തോ ഹൃദയത്തിലൊന്ന് ടച്ച് ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരുപാട് ദൈവാനുഗ്രഹം കിട്ടും. അപ്പോൾ ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞു. മോൾക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് ക്ഷമിക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞ് ചോദിച്ചു പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനിങ്ങനെ ക്ഷമിക്കാൻ പറ്റുമെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്, പുറമേ ഒന്നുമല്ല. ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലെന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ടൺ കണക്കിന് ഭാരം ഇരിക്കുന്ന ഒരവസ്ഥ, എനിക്ക് ശ്വാസം പോലും ഞാൻ പറഞ്ഞില്ല വിടാൻ പറ്റില്ല. അപ്പോൾ ക്ഷമിച്ചു എന്ന് ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥ എനിക്കുണ്ടായി. എൻ്റെ മനസ്സിലെനിക്ക് ഒന്നുമില്ല, ഒരു ഭാരവും എൻ്റെ മനസ്സിലില്ല. ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവാനുഗ്രഹം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരമില്ല, ഞാൻ ഭാരമില്ലാത്തൊരവസ്ഥ. ഞാൻ കൈ ഉയർത്തി ഹല്ലേലൂയൊക്കെ പറഞ്ഞു. എൻ്റെ കൈ എനിക്ക് ഒന്ന് ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ പറയുന്ന ഹല്ലേലൂയ. കൈ ഉയർത്തിയിട്ട് എനിക്ക് താത്താൻ പോലും പറ്റിയില്ല. ക്ഷമിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ വന്നു. അത് ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എനിക്ക് ജോഷിയുടെ അടുത്ത് പോകണം വീണ്ടും. അപ്പോൾ തൃശ്ശൂർക്ക് മാറിയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളൊക്കെ ഇങ്ങനെ ജോഷിയുടെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാണ്ട് വന്നു. അങ്ങനെ ഞാൻ ധ്യാനം കൂടി കഴിയുമ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ജോഷീൻ്റെ അടുത്ത് പോകണം, ജോഷിനെ കാലൊക്കെ മുറിച്ചപ്പോൾ അവനൊന്ന് ശുശ്രൂഷിക്കണം, എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ ഈശോയോട് പറഞ്ഞു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ വിയ്യൂർ മെഡിക്കൽ കോളേജിൽ അവൻ അഡ്മിറ്റാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥനയൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ പോയിട്ട് ഒരു മെഡിക്കൽ കോളേജിലൊരു ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക വാർഡുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയാലൊന്നും അവിടെ ഒരു റൂമുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതിങ്ങനെ മൊത്തം ക്ലോസ് ചെയ്തിട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് തുറന്നാൽ മാത്രമേ അവിടെ ഒരു വാതിലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഒരു 5-8 പേരുണ്ട് റൂമിൽ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു മനുഷ്യൻ്റെ കൂട്ട് ഒരു കാല് മുറിച്ച് കളഞ്ഞിട്ട് അവിടെ ഉണങ്ങിയിരുന്നു, മുറിവ് ഭേദമായി. ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടത് ഞാനും എൻ്റെ കൂട്ടുകാരി ആരും അറിയാണ്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേഗം എന്നെ കണ്ടതേ ഇവൻ എണീറ്റിരുന്നിട്ട് ഞാൻ വേഗം അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ സ്മെല്ല് കാരണം അടുത്തൊന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ മറ്റേ മുറിച്ച കാല് ഉണങ്ങിയിരുന്നു, ഇടത് കാലം മുറിച്ചത്, വലത് കാല് ഇങ്ങനെ ഭയങ്കര തടിയൊക്കെ ആയിട്ട് പാദമൊക്കെ ഇങ്ങനെ ചക്കയൊക്കെ വിണ്ട് കയറി കോടാലിക്ക് വെച്ചേക്കും പോലെ പാദമൊക്കെ വിണ്ട് കയറി ഇങ്ങനെ രക്തവും വെള്ളവും പഴുപ്പും എല്ലാം ഒലിച്ച് ഇങ്ങനെ ബെഡിൻ്റെ അടിയിൽ ഒരു ബേസിനിൽ ഇങ്ങനെ എല്ലാം തൂത്ത് പറിക്കുക. അതിൻ്റെ സ്മെല്ല് ആരും അടുത്തേക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചെന്ന വഴി അവനെ തലോടാനാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തില്ല. പിന്നെ പോലീസുകാർ എല്ലാവരും ഇങ്ങനെ അവർ നോക്കുന്ന 2 പേരുണ്ട്. എനിക്ക് ശരിക്കും പല പ്രാവശ്യം എൻ്റെ കൈ ഇങ്ങനെ അറിയാതെ പോകുമായിരുന്നു അവനൊന്ന് തലോടാനായിട്ട്. എന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ ഞാൻ അവനോട് സംസാരിച്ചു. എൻ്റെ കാല് ഞാൻ നിന്നെന്നും അടുത്തു. എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നമായതുകൊണ്ട് എൻ്റെ കാലിൽ അങ്ങനെ പോയിട്ട് എനിക്ക് അത്രയും സമയം ഞാൻ ഇതിപ്പോൾ എൻ്റെ കാലൊക്കെ മറന്ന് ഇരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അത് വെച്ച് ഇങ്ങനെ തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു അവനോട്. അവൻ വളരെ ശാന്തനായിരുന്നു, എല്ലാം കേട്ടിരുന്നിട്ട് പറഞ്ഞു ഈശോയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോയി നോക്കാം, അതിനെ ഞാൻ വന്നേക്കണം, ഈശോയാണ് എന്നെ പറഞ്ഞയച്ചത്. നിന്നെ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോയാൽ പെട്ടെന്ന് നിനക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാല് മുറിച്ച് കളയേണ്ടത്, അസുഖം കൂടി നീ പെട്ടെന്ന് മരിച്ചു പോകും. അപ്പോൾ ഈശോയോട് ക്ഷമ ചോദിക്കുക, ചെയ്തതൊക്കെ ഈശോയോട് ഏറ്റുപറ, കരഞ്ഞേറ്റുപറ, ഈശോ നിന്നെ ഇവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷിക്കും, നിന്നെ കൊണ്ടുപോയി ഞാൻ നോക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ വാദവരാതെ അവനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നിന്ന സമയം മുഴുവൻ
നോൺ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഞാനിങ്ങനെ അവനോട് സംസാരിച്ചു, ദൈവം അവിടെ സംസാരിച്ചതാണ്. അപ്പോൾ ഒരു അതിശയം എൻ്റെ നേരെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോയി വലിയ പ്രതികാരം ചെയ്യാനാണോ? ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ തോന്നിയെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ പറഞ്ഞു, ജോഷി എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കൊണ്ടുപോയി വലിയ പ്രതികാരം ചെയ്യാനാണെന്ന് നീ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈശോയാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നിനക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കൂടെ പോരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ കൊണ്ടുപോയി നോക്കാം. എനിക്ക് വീടില്ല, നിനക്കും വീടില്ല, പക്ഷേ തമ്പുരാൻ തരും വീട്. നിനക്ക് പോരാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു, അതൊക്കെ പുള്ളി വാങ്ങിച്ചെടുത്തു. അപ്പോൾ ഇനി ഞാൻ വരും. അപ്പം അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരിയും കുറേ നേരം അവളോട് സംസാരിച്ചു. ഞാനിങ്ങനെ മടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോൺ നമ്പർ എടുത്തത് പോലീസുകാർ ഓടി വന്ന് ബാഗ് തുറന്നത്, എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ഫോൺ നമ്പർ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല, നമുക്കൊരു സാധനം പുറത്തുനിന്ന് ചെല്ലുന്ന ആൾക്ക് ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി കൊടുത്തു. അങ്ങനെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. അവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു, എന്തൊക്കെയോ ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു പറയണം എന്നുള്ളത്. അതിൻ്റെ മുഖം അത് വ്യക്തമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ പോവുക, പിന്നെ വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നത് കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ 5-ാം തീയതി നമ്മുടെ തോമസ് അച്ഛനും, അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് വന്നപ്പോൾ അച്ഛനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ അവനെ നോക്കും, അവനെ പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് കുംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് കുംസാരിപ്പിക്കാം. അപ്പോൾ അച്ഛൻ റെഡിയായി. അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ വലിയ മനസ്സിന് ദൈവത്തെ മുൻപിൽ സമർപ്പിച്ച് ഒത്തിരി നന്ദി പറയുക. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ പോകാം. ഇവിടുത്തെ സിബി സാർ അഡ്വക്കേറ്റാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അവനിങ്ങനെ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്, 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഇറക്കാൻ, അത് ദൈവം തരും നമുക്ക്. അപ്പോൾ ഞാൻ അവനോടും അങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് മാറിയ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. അപ്പോൾ 1,00,000 രൂപ വേണം. അപ്പോൾ സിബി സാറുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സിബി സാറും അച്ഛനും ഞങ്ങൾ ഇവിടുന്ന് അച്ഛനവിടെ തൊഴിലേക്ക് വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇവിടെ നിന്ന് തൊട്ട് ഫുൾ ടൈം അവിടെ തൃശ്ശൂർ വിയ്യൂർ വരെ ഞങ്ങൾ നിർത്താതെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. ജോഷിനെ അപ്പോൾ അച്ഛൻ ഊറാലയും ആനാമ്പള്ളം എല്ലാം അച്ഛൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി. അപ്പോൾ ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കണം നമുക്ക് കാണണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റി കാർഡൊക്കെ കാണിക്കണം. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവിടെ ഇരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ തൊഴിലിൽ നിന്ന് വരുവാണ്, ഒരു ജോഷിയെ കാണാൻ വന്നതാണ്, കാലൊക്കെ മുറിച്ച് കളഞ്ഞ്. അന്നേരം ആ പോലീസുകാർ പറഞ്ഞു, ജോഷി ഇന്ന് രാവിലെ വെളുപ്പിനെ മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പിന്നെ പറയുക. അപ്പോൾ അവൻ്റെ ഡെഡ് ബോഡി ഒന്ന് കാണാൻ വേണ്ടി കുറേ നേരം ഞങ്ങളിങ്ങനെ അവിടെ നിന്നു. അത് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ, അതായത് അവൻ ആ മരണസമയം, ആ മരിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ചെല്ലാനും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും എൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹവും അവന് നൽകാനും എല്ലാം ദൈവം അനുവദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു, ഒരുപാട് അനുഭവിച്ചു, ചെയ്ത് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് അവർ തന്നെ അതിൻ്റെ ചിലവൊക്കെ എടുത്ത് ഇവിടെ മുതലക്കൊടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് അടക്കി. അപ്പോൾ ദൈവം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, കൃപ, അതൊന്നുകൊണ്ട് മാത്രം ക്ഷമിക്കാൻ പറ്റിയ നമ്മുടെ മനസ്സിൽ വെറുപ്പ്, വൈരാഗ്യം, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങൾ, കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് എന്തെല്ലാം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം അത് വെച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നമ്മൾക്ക് കിട്ടില്ല, ഒന്നും നേടാൻ പറ്റില്ല. എല്ലാം വിട്ടുകൊടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കുറച്ച് നഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷേ റോമായിട്ട് 28 പറയുന്നില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും, ഒരു കാര്യമെന്നല്ല, സകലവും നന്മയ്ക്കായിട്ട്